ഹലോ മൈ ഫ്രണ്ട്സ്, നമ്മുടെ സ്വീകരണ മുറിയിലെ ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കത്തിപ്പടരുന്ന ഒരേ ഒരു വിഷയം ബോച്ചെ ഹണി റോസ് വിഷയമാണ് അല്ലെ. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ബോച്ചെ. ബോച്ചയെ കുറിച്ച് അറിയാത്തവർ ആരും ഈയിടക്കാണ് ബോച്ചയെ കുറിച്ചുള്ള ന്യൂസുകൾ കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിച്ചേർന്നത്. ബോച്ചെ 2-3 മാസം മുന്നേ ബോച്ചയുടെ സ്ഥാപനത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഹണി റോസിനെ വിളിച്ചിരുന്നു. അവിടുന്നാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞിടക്ക് ഈ ഒരു 24/7 വാർത്താവത എനിക്ക് അവരുടെ പേര് എനിക്കിതില്ല, അവരും മീഡിയ വണ്ണും ഓക്കെ അങ്ങനെ 2-3 ചാനലുകൾ ഹണി റോസിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് കട്ട സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഡ്രസ്സ് ചെയ്യുന്നത് അവരുടെ അവകാശമാണ്, അവരുടെ ഇഷ്ടമാണ്. ശരി, ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടമാണ്. ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാണ്, ഹണി റോസ് മാനുവാരി ഡ്രസ്സ് ഇട്ട് നടക്കാറുണ്ടോ? അവർക്ക് മാന്യതയൊന്നുമില്ല. ഉണ്ടെങ്കിൽ അവർ മാന്യത ഉണ്ട്, അവരുടെ വാക്കുകളിൽ മാന്യത ഉണ്ടെങ്കിൽ അവർ ഡ്രസ്സും മാന്യമായി ധരിക്കണം. നമ്മൾ ചിലപ്പോൾ വഴക്കുണ്ടാക്കാൻ നമ്മൾ സംസാരിക്കുമല്ലോ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, വാക്കുകളിൽ മാന്യത ഉണ്ടാവണം. അതുപോലെ നമ്മുടെ ഡ്രസ്സിങ്ങിലും മാന്യത ഉണ്ടാവണം. ഹണി റോസിനെ സപ്പോർട്ട് സംസാരിക്കുന്ന ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഈ ഹണി റോസും മദർ തെരേസയൊന്നും അല്ലല്ലോ. ഈ ഹണി റോസിനെ കുറിച്ച് ഒന്നും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലേ? നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലേ? അവരെന്താ മദർ തെരേസയാ? ഒന്നുമല്ലല്ലോ ഒരു ഹണി റോസ്. പക്ഷേ നമ്മൾ ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു മാന്യതയുണ്ട് ഡ്രസ്സ് ധരിക്കുന്നതിന്. സംസാരത്തിൽ മാന്യത ഇല്ലാതെ വന്നാണ് ബോച്ചയ്ക്ക് ഇത്രയും പ്രശ്നം. പക്ഷെ ഈ ഒരു ചെറിയ പ്രശ്നത്തിൽ ബോച്ച 3 വർഷത്തേക്ക് അകത്താവുന്ന രീതിയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിന് മാത്രമല്ല എന്താ തെറ്റ് ചെയ്തേക്കെന്തുവാ? വെരി ബാഡ്. നമ്മളെ ഇന്ത്യയിൽ നിന്ന് പുരുഷന് സ്ത്രീക്ക് തുല്യ നിയമം എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടെ അകപ്പെടുന്നത് പുരുഷൻ വേട്ടക്കാരന്റെ സ്ഥാനവും സ്ത്രീ ഇരയുടെ സ്ഥാനത്തുമാണ് കാണുന്നത്. ഈ കഴിഞ്ഞ ലീവ് ഞാൻ നാട്ടിൽ വന്നപ്പോഴേക്ക് 65 വയസ്സുള്ള ഒരു മധ്യവയസ്സൻ, അയാള് ബസ്സിന്റെ ബാക്ക് സൈഡിൽ കയറി. അപ്പൊ കണ്ടക്ടർ പറയാണ്, ചേട്ടാ കുറച്ച് ഫ്രണ്ടിലേക്ക് കയറിയിരിക്കാൻ പറയുന്നു. ഈ മധ്യവസം പറഞ്ഞ എന്താ പറയാ, മോനെ ആ ഫ്രണ്ട് നിൽക്കുന്നവരെല്ലാം എൻ്റെ മക്കളുടെ പ്രായമുള്ളു. പക്ഷേ ഏതെങ്കിലും ഒരു സ്ത്രീ കയറി തൊട്ടെന്നാ പിടിച്ച് പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടക്ടറും കാണുന്നില്ല, ആരും കാണുന്നില്ല, ഞാനേ മക്കളെ അകത്ത് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അയാൾ പറയാൻ 100% ശരിയാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ പറയാ ഇവൻ എന്നെ കയറി പിടിച്ചു പറഞ്ഞാൽ എന്ത് ചെയ്യും? ജാസ്തോൾ അവൻ നേരെ ജയിലിലേക്ക് പോവുക. ഇവിടെ പുരുഷന്മാരാണ് വേട്ടയാടപ്പെടുന്നത്. എവിടെ നോക്കിയാലും പുരുഷന്മാരെ വേട്ടയാടുന്നത്. അതൊക്കെ തെറ്റല്ലയോ? ഇപ്പറഞ്ഞ മീഡിയ എന്ത് ഉദ്ദേശിച്ചാണ് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ബോച്ച പറഞ്ഞ വാക്കുകൾ ഞാൻ വീണ്ടും പറയാണ്, ഞാൻ അതിൽ യോജിക്കുന്നില്ല. പക്ഷെ ഹണി റോസിന് ഈ നാടിനുണ്ട് പ്രേനം എന്തുവാ? അതുപോലെ ബോച്ച ഒരു കാര്യം പറഞ്ഞു, ബോച്ച പറഞ്ഞ ഹണി റോസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് ആ ഒരു വലിയ മനുഷ്യൻ പറഞ്ഞതാ. ഹണി റോസിനെ പറ്റി ഏതൊക്കെ യൂട്യൂബ് ചാനലിൽ നെഗറ്റീവ് കമന്റ് അടിക്കുന്നോ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെന്ന്. രാഹുൽ ഈശ്വർ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ രാഹുലിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പോവാണ് ഹണി റോസ്. എന്താ അയാൾ പറഞ്ഞത് ശരിയല്ലയോ? സത്യം പറഞ്ഞ നമ്മുടെ ഈ മീഡിയക്കാരും ഇവിടുത്തെ പോലീസും നിയമങ്ങളെല്ലാം കണ്ണടച്ചിരുട്ടാക്കുകയാണ്. പക്ഷെ അവർക്കറിയാം ഹണി റോസിന്റെ വസ്ത്രരീതി ശരിയല്ല. പക്ഷെ ഇവർ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് മീഡിയയിൽ കുറെ പെണ്ണുങ്ങളുണ്ട് ഈ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യും, അവർക്ക് വസ്ത്രം ധരിച്ചെന്തോടോ അവരുടെ ഇന്ന പിന്നെ പറഞ്ഞില്ല അമേരിക്ക എങ്ങനെയാ പോകുന്നത്, ആ രീതിയിൽ ഇങ്ങനെ നടന്നുകൂടെ? നടന്നോ? നമുക്കൊരു സംസ്കാരം ഉണ്ടേ. പിന്നെ ഇവിടെ ഒരു ഇരട്ടനീതി കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞപ്പോഴും ജയസൂര്യ പറഞ്ഞപ്പോഴും ഒരു ചർച്ചയില്ല, ഒന്നുമില്ല. അത് തിരക്കഥയുടെ ഭാഗം. ബോച്ച പറഞ്ഞപ്പോൾ അത് മറ്റൊരു ഭാഗം. എന്ത് ഇത്? അയാൾക്കെതിരെ ചാർത്താത്ത കേസുകളൊന്നും ഇല്ലല്ലോ. ഈ നിയമം എന്ന് പറയുന്നത് പെണ്ണിനും ആണിനും വേണ്ടി ഒരുപോലെ ഉണ്ടാവണം അല്ലേ? അല്ല പെണ്ണ് എന്ത് പറഞ്ഞാല് അതാണ് നിയമം. ഒന്നും വേണ്ട, ഞാൻ തിരുവനന്തപുരത്ത് സംഭവം അറിയാലോ, യദുവിന്റെ അവസ്ഥ. അതിന്റെ പോട്ടെ, അത് ഇതോട്ട് മിക്സ് ചെയ്യുന്നില്ല, അത് വിട്. അത് നമ്മൾ സംസാരിച്ച് വേറെ ലെവലിലേക്ക് പോകും. ഇവിടെ ഒരു പെണ്ണ് വിചാരിച്ച ഇവിടെ എന്ത് നടത്താൻ പറ്റും. ഏത് പുരുഷനെയും ജയിൽ അറകളിലേക്ക് തള്ളിയിടാൻ ഒരു സ്ത്രീ വിചാരിച്ചാൽ പറ്റും. പക്ഷെ കാര്യം വെച്ചാൽ നിയമം വളച്ചൊടിച്ച് പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിയമം ഉണ്ടാക്കുന്നത്. സംഭവം പെണ്ണുങ്ങൾക്ക് മുൻഗണന കൊടുക്കണില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ എവിടെ നോക്കിയാലും പുരുഷന്മാര് വേട്ടമൃഗം അല്ലെങ്കിൽ ഇര, അതിലാണ് നിയമം കൊണ്ടുവന്നത്. അവസാനം ഇവൻ വർഷങ്ങളോളം ജയിലിൽ കിടന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചേക്കുമ്പോ പുരുഷൻ നിരപരാധി. അവന്റെ ജീവിതം പോയില്ല, അവന്റെ ലൈഫ് പോയില്ല, ജനങ്ങളുടെ ഒറ്റപ്പെടുന്നില്ലേ?
പറഞ്ഞ ഹണി റോസിനെ പറ്റി ചുമ്മാ അവരെവിടെയെങ്കിലും ചെന്നാൽ പബ്ലിക്കിന്റെ മുന്നിൽ അവർ ഏത് രീതിയിൽ ഡ്രസ് ഇട്ടാ നടക്കുന്നത്? ഒന്നും വേണ്ട. ഈ മീഡിയക്കാർ ഈ പറയുന്നില്ലേ ഹണി റോസ് സപ്പോർട്ട് ചെയ്ത് കാണുന്നില്ലേ? എല്ലാ മീഡിയയിലും അടിയിൽ കമന്റ് നോക്കണം. ബോച്ചെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ഹണി റോസിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. 1995 ഹണി റോസിനെ സപ്പോർട്ട് ആരും സംസാരിക്കില്ല. ബോച്ചെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഇപ്പൊ 2-3 യൂട്യൂബ് ചാനലിനെതിരെ കേസ് പോയിട്ടുണ്ട്. ഹണി റോസിനെ പറ്റി നെഗറ്റീവ് കമന്റ് അടിച്ചത് അവർക്കെതിരെ കേസ്. ആരാ ഇവള്? വെറും റോങ് ആണ് ഈ കാണിക്കുന്നത്. വെറും തെറ്റായ കാര്യമാണ് ഈ കാണിക്കുന്നത്. കാരണം ആ മനുഷ്യൻ തെറ്റ് ചെയ്തെങ്കിൽ ആ മനുഷ്യൻ മാപ്പ് പറഞ്ഞു. ബോച്ച മാപ്പ് പറയുന്നുണ്ട്. ബോച്ച കൊണ്ടുവന്നതിന് പല തീവ്രതകൾ അറസ്റ്റ് ചെയ്ത രീതിയിലല്ലേ ജയിലിൽ കൊണ്ടുവന്ന്. ആ മനുഷ്യൻ 3 മണിക്കൂറോളം ഇരുട്ടറയിലാണ് ഇട്ടത്. ഡോക്ടർ പറഞ്ഞത് അത് ഇയാൾക്ക് നെഞ്ചുവേദനയാന്ന് പറഞ്ഞു. എന്നിട്ട് പോലും പോലീസ് അവരെ അധികാരികളോ ഇയാൾക്കെതിരെ ഒരു അനുകമ്പ കാണിച്ചോ? ഇല്ല. എനിക്ക് മനസ്സിലാകുന്നു ഇവിടെ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഹണി റോസിനെ കൊണ്ട് നാടിനോ നാട്ടുകാർക്കോ ഒരു മനുഷ്യനും ഒരു ഉപകാരമില്ല. ഹണി റോസിന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ ഹണി റോസിന് അവകാശമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരമാണ്. ഈ സംസ്കാരത്തിന് ഒതുങ്ങിയ രീതിയിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണം. അല്ലെങ്കിൽ ഹണി റോസ് വല്ല അമേരിക്കയിൽ പോ, ഒരു പ്രശ്നമില്ല, ആള് പൊക്കോട്ടെ. ബോച്ച പറഞ്ഞത് ഒരു കാര്യമുണ്ട്. കുന്തി ദേവി എന്ന് പറയുന്നുണ്ട്. കുന്തി ദേവി നമ്മുടെ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ്. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ബോച്ച സപ്പോർട്ട് ചെയ്യാം ആണേ. പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമയെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്തോന്ന് ആലോചിക്കേ. അവൻ പുറത്തു പോലും ഉണ്ടാവത്തില്ല. 24/7 ഒരു സ്ത്രീ ചോദിച്ച രാഹുൽ ഈശ്വർ ചോദിച്ചെന്താ പറയാ, പെണ്ണുങ്ങൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ അവൾക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് അവകാശമുണ്ട്. അതുപോലെ പുരുഷന്മാർക്ക് അതിനുള്ള അവകാശം ഇല്ലെന്ന് ചോദിക്കുന്നത്. പുരുഷന്മാർക്ക് അവകാശമുണ്ട്. പക്ഷേ 100-99% പുരുഷന്മാരും മാന്യമായ ഡ്രസ്സ് ഇട്ടാ നടക്കുന്നത്. കൊച്ചി പോലെ ഒരു സിറ്റിയിൽ ഒരു സ്ത്രീ മാന്യമായ രീതി ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ കമന്റ് അടിക്കാൻ ആരും വരത്തില്ല, പുറകിൽ ആരും വരത്തില്ല. വെറും ഐ ക്യാൻ നെവർ എക്സ്പെക്ട് ദിസ്. സത്യം ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കാര്യം. ഇതിനു മുന്നേ ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു 7 വർഷം മുന്നേ ഒരു പ്രശ്നം നടന്നായിരുന്നു. ഒരു സ്ത്രീ കള്ളക്കേസ് കൊടുത്ത് ആ വ്യക്തി കഴിഞ്ഞിടക്കാണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അവൻ 6.5 വർഷം അവൻ ജയിലിൽ കിടന്ന് അവസാനം പറയാം അവൻ നിരപരാധി. എന്താ പ്രയോജനം? എന്തുവാ? ഒരു സ്ത്രീ കൊടുത്ത കേസ് നിരപരാധി. നമ്മുടെ മുഖ്യമന്ത്രി വിമർശിക്കാം, MLA വിമർശിക്കാം. അതിനുള്ള ഭരണഘടന, അതിനുള്ള അധികാരം ജനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷെ വിമർശിക്കുന്നത് അത്രയ്ക്ക് മോശമായ രീതി വിമർശിക്കാനുള്ള അധികാരമല്ല തന്നേക്കുന്നത്. നമുക്ക് പ്രതികരിക്കാം. ആ പ്രതികരണമുള്ളൂ ഞാൻ ഇവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിയമം എന്ന് പറയുന്നത് പെണ്ണിന് വേണ്ടി മാത്രം ആ ഒരു നിയമം. നമ്മുടെ അറേബ്യൻ രാഷ്ട്രത്തിലായാലും സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കേസിൽ വന്നു കഴിഞ്ഞാല് പുരുഷന്റെ ഭാഗവും സ്ത്രീകളുടെ ഭാഗവും ഇവർ കമ്പയർ ചെയ്യും. ഇത് മാക്സിമം എങ്കിലും ഒരു മുൻതൂക്കം സ്ത്രീകൾ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ കണക്ക് ഒരു ഇങ്ങനത്തെ ഒരു അലവലാതി നിയമമൊന്നുമല്ല. പക്ഷേ ഈ അലവലാതി നിയമം ഞാൻ പറയുന്നില്ല. ഈ സ്ത്രീകളുടെ നിയമത്തിൽ ഞാൻ അലവലാതി നിയമം എന്ന് പറയുന്നുള്ളൂ. സ്ത്രീകളുടെ ഭാഗവും പുരുഷന്റെ ഭാഗവും വ്യക്തമായി ഈ നിയമപാലകർ കേട്ട ശേഷമാണ് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. എന്തായാലും ബോച്ചെ ഇങ്ങനെ ഇതിനെ മാത്രം ടോർച്ച് ചെയ്യുന്നില്ല, എനിക്ക് വല്ല യോജിപ്പൊന്നും ഇല്ല. ബോച്ചെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബോച്ചെ എൻ്റെ ആരുമല്ല. ജസ്റ്റ് ഒന്ന് വരണം. ബോച്ച കാരണം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്, വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സഹായങ്ങൾ ബോച്ച എന്നൊരു വ്യക്തിയിലൂടെ അനേകായിരം ജനങ്ങൾക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഹണി റോസിനെ കൊണ്ട് ഈ നാടിന് ഉപകാരമില്ല, ഒന്നുമില്ല. പക്ഷെ തെറ്റ് ചെയ്താൽ ആരാലും ശിക്ഷിക്കപ്പെടണം. മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ആരാലും ശിക്ഷിക്കപ്പെടണം. അതിൽ മോശമായ വസ്ത്രധാരണ അതും ശരിയല്ല. അതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം മാറി ബോച്ചയും ഹണി റോസും സന്തോഷത്തോടെ ഈ പ്രശ്നങ്ങളൊക്കെ മറന്ന് അവര് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഇരിക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ചിന്ന ബൈ ബൈ.